ഓക്കെ, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് IPv4 അഡ്രസ്സിംഗ് ആണ്. നമ്മൾ ഒരുപാട് നെറ്റ്വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ നെറ്റ്വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് IP അഡ്രസ് റിപ്പീറ്റ്ലി യൂസ് ചെയ്തു. പക്ഷേ എന്താണ് IP അഡ്രസ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അല്ലേ? അപ്പോൾ നമുക്ക് IP അഡ്രസ്സിലേക്ക് പോകാം. എന്താണ് IP അഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഡിവൈസിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഒരു നെറ്റ്വർക്കിൻ്റെ അകത്ത്. ഇറ്റ്സ് എ ലോജിക്കൽ അഡ്രസ്. അതായത് ഇതൊരു ലോജിക്കൽ അഡ്രസ്സാണ്. നമ്മൾ മെഷീൻ അസൈൻ ചെയ്ത് കൊടുക്കുന്ന അഡ്രസ്സാണ്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടല്ലേ? ഏതാണ് ഫിസിക്കൽ അഡ്രസ്സ്? നമ്മുടെ മാക് അഡ്രസ്സ് എന്താണ്? ഫിസിക്കലാണ്. അതൊരു 48 ബിറ്റ് ആണ് അല്ലേ? എന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ IPv4 അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലോജിക്കലി പിന്നീട് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഫിസിക്കലി ഒന്നും അഡ്രസ്സ് ഇല്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാവുന്ന ഒരു അഡ്രസ്സാണിത് IPv4 അല്ലെങ്കിൽ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് 32 ബിറ്റ് അഡ്രസ്സാണെന്നാണ് പറയുന്നത് അല്ലേ? എന്താണ് ഈ 32 ബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഒരു 32 സ്പേസ് ഉണ്ടാവും. 0 or 1 പ്ലേസ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഫുൾ ഉപയോഗിച്ച് 32 ഇതിപ്പോൾ 32 നമ്പേഴ്സ് ഓഫ് 0s and 1 ഉണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് 32 സ്പേസ് അലോക്കേറ്റ് അല്ലെങ്കിൽ സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ 32 ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡഡ് ഇൻറ്റു 4 ഒക്ടറ്റ്സ് എന്നാണ്. 8 ബിറ്റുള്ള 4 ഒക്ടറ്റുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 32 ബിറ്റിനെ ഒന്നിച്ച് ചെയ്തല്ല ചെയ്യുന്നത്. കാരണം ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 തൊട്ട് ഇത്രയും വലിയൊരു സംഖ്യ വരെ ആയിരിക്കും നമ്മുടെ IP അഡ്രസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയല്ല എന്ത് ചെയ്യുന്നത്, നമ്മൾ IP അഡ്രസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ 4 ഒക്ടറ്റുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് ഒന്നിച്ച് ഈ ഒരു 32 ബിറ്റിനെ ഇങ്ങനെ നിരത്തി ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ നമ്മൾ 4 ഒക്ടറ്റുകളായി എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അതായത് 8 ബിറ്റാണുള്ളത്. ആദ്യത്തെ 8 ബിറ്റ്, രണ്ടാമത്തെ 8 ബിറ്റ്, അങ്ങനെ മൊത്തത്തിൽ 8 ബിറ്റുകളായി അല്ലെങ്കിൽ 4 ബൈറ്റുകളായി ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ IP അഡ്രസ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഒരു IP അഡ്രസ്സ് സാമ്പിൾ നോക്കുക. 192.168.0.1. ഈ ഒരു IP അഡ്രസ്സ് നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താ, ഒരു അതായത് 0 ഈ 8 ബിറ്റും 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് 0 കിട്ടും. ഇവിടെ 8 ബിറ്റും ഞാൻ 1 ആക്കി വെച്ചപ്പോൾ എനിക്ക് 255 എന്ന് കിട്ടി. അതായത് ഈ ഓരോ ഒക്ടറ്റിൻ്റെ അകത്തും അല്ലെങ്കിൽ ഓരോ ബൈറ്റിൻ്റെ അകത്തും നമുക്ക് 0 to 255 വരെയാണ് വാല്യൂ കൊടുക്കാൻ പറ്റുക. മിനിമം വാല്യൂ 0 കൊടുക്കാം, മാക്സിമം വാല്യൂ 255 കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടുള്ള ഒരു വാല്യൂ IP അഡ്രസ്സിൽ എടുക്കില്ല എന്നുള്ളതാണ്. ഒരാൾ IP അഡ്രസ്സ് വരുമ്പോൾ നമുക്ക് 256 257 357 ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളത് IP അഡ്രസ്സ് അല്ല എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഈ ഒരു 4 ഡിവൈഡ് ചെയ്തിട്ടാണ് ഒരു IP അഡ്രസ്സ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് 32 ബിറ്റിനെ ഒന്നിച്ചെടുത്തതിന് ശേഷം അതിനെ 4ആയി ഡിവൈഡ് ചെയ്തു, 4 ബൈറ്റാക്കി. അതിൽ ഒരു ബൈറ്റിൻ്റെ അകത്ത് 0 to 255 വരെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ ഞാനൊരു സാമ്പിൾ നോക്കാം. 111100 എന്ന ഈ ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 240 എന്ന ഡെസിമൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇവിടെ നമ്മൾ നേരെ ഇൻവേർട്ട് ചെയ്തെടുത്തു. 000 ദെൻ 1111 എടുത്തു. ഇവിടെ നമുക്ക് കിട്ടുക 15 ആണ്. ഓക്കെ, 00001 എന്ന് എടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ഈ ഒരു നമ്പർ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നിന്നാണ്, അതായത് ബൈനറി റെപ്രസെൻറ്റേഷനിൽ നിന്നാണ്. എന്തുകൊണ്ട് നമ്മൾ 255ൻ്റെയും 1ൻ്റെയും ഇടയിൽ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു 15 എന്ന ഈ ഒരു IP അഡ്രസ്സിനെ എടുക്കുന്നു. 000111. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ആദ്യത്തെ രണ്ടാമത്തെ, അതായത് ആദ്യം ബിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ബിറ്റ് ഈ ഒക്ടറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ബിറ്റ് ഇതാണ്, അവസാനത്തെ ബിറ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ അവസാനത്തെ ബിറ്റുകളിൽ
ഇത്രയും എനിക്ക് 0 ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പവറൊക്കെ 2^4നെയും 2^5നെയും 2^6നെയും 2^7നെയൊക്കെ എന്ത് ചെയ്യുന്നു, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി 0 ആയി മാറുമെന്ന് നമുക്കറിയാം. പിന്നെ അടുത്തത് ഗ്രീനിലുള്ള 1നെ എന്ത് ചെയ്യുന്നു, 2^0 × 1, 2^1 × 1, 2^2 × 1, 2^3 × 1. അങ്ങനെ എനിക്ക് കിട്ടുന്നത് എന്താണ്, 15 ഓക്കെ, കാരണം എന്താ, 2^0 1 ആണ്, 2^1 എന്ന് പറയുന്നത് 2 ആണ്, 2^2 എന്ന് പറയുന്നത് നമുക്കറിയാം 4 ആണ്, 2^3 എന്ന് പറയുന്നത് 8 ആണ്. ഇങ്ങനെയാകുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് 8ഉം 4ഉം 2ഉം 1ഉം കൂട്ടിയാൽ എനിക്ക് കിട്ടുന്ന സംഖ്യയാണ് 15. ഇങ്ങനെയാണ് ഈ ബൈനറി ടു ഡെസിമൽ IP അഡ്രസ് കൺവേർഷൻ വരുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വളരെ സിമ്പിളായിട്ട് പറയാം. ഇങ്ങനെ നമ്മളൊരു ബൈനറി എടുത്തു കഴിഞ്ഞാൽ 2^0 എന്ന് പറയുന്നത് 1 ആയിരിക്കും, 2^1 എന്ന് പറയുന്നത് 2 ആയിരിക്കും, 2^2 എന്ന് പറയുന്നത് 4 ആയിരിക്കും, 2^3 എന്ന് പറയുന്നത് 8 ആയിരിക്കും അതിൻ്റെ വാല്യൂ, 2^4 എന്ന് പറയുന്നത് 16 ആയിരിക്കും അതിൻ്റെ വാല്യൂ ഉണ്ടാവുക, 2^5 എന്ന് പറയുന്നത് 32 ആയിരിക്കും, 2^6 എന്ന് പറയുന്നത് 64 ആയിരിക്കും, 2^7 എന്ന് പറയുന്നത് 128 ആയിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂകളൊക്കെ. അതായത് ഒരു പൊസിഷനിൽ ഈ ഒരു പൊസിഷൻ്റെ വാല്യൂ, അതെങ്കിൽ വെയ്റ്റഡ് വാല്യൂ എന്നാണ് നമ്മളിതിൽ പറയുക. നിങ്ങൾ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നിങ്ങൾ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ പഠിക്കുന്നതുകൊണ്ട് ഞാനിവിടെ ആ ഒരു രീതിയിലല്ല എടുക്കുന്നത്. നമുക്ക് IP അഡ്രസ്സിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഈ ഒരു ഇതെവിടെ എടുക്കുന്നത്. അപ്പം നമ്മളിവിടെ മൊത്തം 0 ആയി പോയതുകൊണ്ട് നമ്മൾ ഈ വാല്യൂ ഒന്നും എടുക്കുന്നില്ല, അതായത് 4ഉം 8ഉം 2ഉം എടുക്കുന്നില്ല. പകരം ഇവിടെ 1 ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, 16ഉം 32ഉം 64ഉം 128ഉം എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ഇങ്ങനെ ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഈ പൂജ്യങ്ങളൊന്നും എടുക്കാതെ ഇത് ഞാൻ ഒഴിവാക്കി ഗ്രീനായി കിടക്കുന്ന 1നെ മാത്രം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത് സം ചെയ്താൽ കിട്ടുന്ന തുകയാണ് 240 എന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു 0നെ ഞാൻ എന്ത് ചെയ്യുന്നു, 1 ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു 2നെയും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ ഈ 240നോട് കൂടി എന്ത് ചെയ്യുന്നു, ഈ ഒരു 2യും കൂടി എന്ത് ചെയ്യുന്നു, വരുന്നു, 242 ആവുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു IP അഡ്രസ്സിൻ്റെ കൺവേർഷൻ അല്ലെങ്കിൽ ബൈനറി ടു ഡെസിമൽ കൺവേർഷനിൽ വരുന്ന കാര്യം. ബേസിക്കായിട്ടൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. അപ്പം അടുത്ത ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു IP അഡ്രസ്സിന് സ്വന്തം നിൽക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ഒരു സിസ്റ്റത്തിന് 192.168.1.0 എന്നൊരു IP അഡ്രസ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ IP അഡ്രസ് ആ സിസ്റ്റം എടുക്കില്ല. അതിനുള്ള കാരണം ഈ സിസ്റ്റത്തിന് മനസ്സിലാവണം എന്ത്, ഇതിൻ്റെ നെറ്റ്വർക്ക് പാർട്ട് ഏതാണ്, ഇതിൻ്റെ ഹോസ്റ്റ് പാർട്ട് ഏതാണ്, അതായത് എൻ്റെ നെറ്റ്വർക്ക് ഏതാണ്, എൻ്റെ ഹോസ്റ്റ് ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാം. ആ തിരിച്ചറിയാൻ എനിക്ക് എന്ത് ചെയ്യണം, സബ്നെറ്റ് മാസ്ക് കൂടി പറഞ്ഞു തരണം എന്ത് തരും, ആ ഒരു സിസ്റ്റം പറയാം. ഓക്കെ, അപ്പോൾ ഒരു IP അഡ്രസ്സ് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് നെറ്റ്വർക്കിൻ്റെ ബിറ്റും ഉണ്ട്, ഹോസ്റ്റ് ബിറ്റും ഉണ്ട്. നെറ്റ്വർക്ക് ബിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നെറ്റ്വർക്കിൻ്റെ പാർട്ടായിട്ടുള്ള ബിറ്റുകളായിരിക്കും. ഹോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്ന ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യപ്പെടുന്ന ഡിവൈസുകളുടെ IP അഡ്രസ്സ് ആയിരിക്കും. നെറ്റ്വർക്ക് ബിറ്റ് ആ ഒരു നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ഹോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ആ നെറ്റ്വർക്കിൽ എത്ര ഡിവൈസുകൾ കണക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യാനായിരിക്കും ഹോസ്റ്റ് ബിറ്റ് നമ്മൾ ഉപയോഗിക്കുക. ഈ ഒരു 192.168.10.26 എന്ന് പറയുന്നതിനെ ഞാൻ 192.168 എന്നത് നെറ്റ്വർക്ക് പാർട്ടും 10.26നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഹോസ്റ്റ് പാർട്ടുമായിട്ട് 0 വെച്ചിട്ടുള്ള 2 ബൈറ്റുകളും എന്താണ്, ഹോസ്റ്റ് പാർട്ടാണ് എന്നാണ് ഈ ഒരു സബ്നെറ്റ് മാസ്ക് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഇതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 192.168.10.26 എന്നതിനെ നമ്മൾ bar16, ഇതിനെ നമ്മൾ CADR നൊട്ടേഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു 16 ഇട്ടതോടുകൂടി എന്തായി, ഇതിൽ 16 ബിറ്റ് നെറ്റ്വർക്കിനാണ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു 16 ബിറ്റ് എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ ഈ ഒരു 16 ബിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെറ്റ്വർക്കിൻ്റെ പാർട്ടാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ,
അപ്പോൾ 192.168.10.26 നിന്നും നമ്മളിപ്പോൾ വേറൊരു IP അഡ്രസ് 192.168.20.26 ഈ ഒരു IP അഡ്രസ്സിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 16 ബിറ്റ്, ഇതിൻ്റെ 16 ബിറ്റ്, ഈ IP അഡ്രസ്സിൻ്റെ 16 ബിറ്റ് നെറ്റ്വർക്കിന് പോകുന്നുണ്ട്. അതായത് 16 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ നെറ്റ്വർക്കിന് പോകുന്നു. ഈ ഉദ്ദേശത്തിൽ നോക്കുമ്പോൾ ഇത് ഹോസ്റ്റ് പാർട്ടാണ്. അങ്ങനെയാകുമ്പോൾ ഇത് രണ്ടും ഒരേ നെറ്റ്വർക്കിൽ വരുന്ന, കാരണം ഇത് സെയിം നെറ്റ്വർക്കാണ്, രണ്ടിലും ഒരേ നെറ്റ്വർക്കാണ്, നെറ്റ്വർക്ക് വ്യത്യാസമില്ല. കാരണം 16 പറയുന്നത്. ഓക്കെ, അപ്പോൾ 2026ഉം 10.26 എന്ത് വരും, ഒരേ നെറ്റ്വർക്കിലാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് 192.168 കഴിഞ്ഞിട്ട് ഇവിടെ എത്ര വാല്യൂ മാറി വന്നാലും 0ൻ്റെ ഇടയിൽ 0 to 255ൻ്റെ ഇടയിൽ എത്ര വാല്യൂ ഈ രണ്ട് പൊസിഷനിൽ മാറി വന്നു കഴിഞ്ഞാലും സെയിം നെറ്റ്വർക്ക് ആയിരിക്കും. അതാണ് ഈ 16 എന്നിവിടെ നൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നൊട്ടേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്നത്. ഓക്കെ, അതല്ല ഈ ഒരു 16ൻ്റെ അകത്ത് ഇവിടെ 192.168.167 ആയി. അതായത് ഈ 168 എന്നുള്ളത് 167 ആയി. ഒരു ബിറ്റിൻ്റെ ചേഞ്ച് വന്നതോടുകൂടി ഇത് 168 എന്നത് 167 ആയി. 1026 അങ്ങനെ തന്നെ കിടക്കുന്നു. സോ എന്ത് സംഭവിക്കും, നെറ്റ്വർക്ക് മാറിയതോടുകൂടി ഈ ഡിവൈസും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. കാരണം ഇതിൻ്റെ 16 ബിറ്റിൽ, നെറ്റ്വർക്കിൻ്റെ 16 ബിറ്റിൽ ഈ 192.168 എന്നത് 192.167 ആയി. അതായത് ഈ 16 ബിറ്റിൽ ഒരു ബിറ്റ് ചേഞ്ചായി എന്ത് ചെയ്തു, 167 ആയി. അതോടുകൂടി ഇത് എന്ത് ചെയ്തു, രണ്ട് നെറ്റ്വർക്കായി മാറി, രണ്ടും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതായി. അതായത് 168 10.26 എന്ന ഡിവൈസും 167 എന്നത് 10.26 എന്ന ഡിവൈസും എന്താണ്, രണ്ടും രണ്ട് ഡിവൈസാണ്. മാത്രമല്ല ഇത് രണ്ട് നെറ്റ്വർക്കായി, കാരണം ഇവിടെയാണ് ആ നെറ്റ്വർക്ക് മാറുന്നത്. ഓക്കെ, ഇനി ഇത് 168 തന്നെ നടന്നു, ഇവിടെ ഒരു ബിറ്റ് മാറിയെന്ന് കരുതുക, 193 ആയി. എന്നിരുന്നാലും എന്ത് മാറി, നെറ്റ്വർക്ക് മാറി. അതായത് ഈ പോർഷനിൽ നിന്നും ഏതെങ്കിലും ഒരു ബിറ്റ് ചേഞ്ച് വന്നാൽ മതി. ഒരു ബിറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നെറ്റ്വർക്ക് മാറി. ഇവിടെ ഇപ്പോൾ 2 ബിറ്റും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു IP അഡ്രസ്സാണിത്. ഈ ഫസ്റ്റ് ഒക്ടട്ടും രണ്ടാമത്തെ ഒക്ടട്ടും എന്ത് ചെയ്തു, ഇവിടെ ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, IP അഡ്രസ് മാറി, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാറി. ഇത് തമ്മിൽ എന്ത് ചെയ്യില്ല, ഈ ആദ്യത്തെ നമ്മുടെ ഈ ഒരു IP അഡ്രസ്സുമായി ഈ രണ്ട് IP അഡ്രസ്സിലുള്ള ഡിവൈസുകൾ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് ഈ നെറ്റ്വർക്ക് പാർട്ടിൻ്റെ അകത്ത് അതാണ് ഇനി ഇവിടെ ഈ രണ്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക്, ഇനി രണ്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് നമുക്ക് റൗട്ടറിൻ്റെ ആവശ്യം. ഇതാണ് രണ്ട് നെറ്റ്വർക്കായി മാറി എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ രണ്ട് നെറ്റ്വർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഇതാണ് ഈ ഒരു വ്യത്യാസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരേ സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഒരു ഡിവൈസ് പോർട്ട് 1ലും ഒരു ഡിവൈസ് പോർട്ട് 2ലും കണക്ട് ചെയ്താൽ പോലും ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും ഒരു ഡിവൈസിൽ തന്നെ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് തമ്മിലും ഈ രണ്ട് ഡിവൈസ് തമ്മിലും അങ്ങനെ തന്നെയാണ്, ഈ കണക്ട് ചെയ്യില്ല. അപ്പോൾ ഈ 3 ഡിവൈസുകളും നമ്മൾ എന്ത് ചെയ്യില്ല, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മളൊരു IP അഡ്രസ് എടുക്കുന്നു 192.168.1.10/24. ഇതിന് നമ്മൾ ബൈനറിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിന് നമ്മൾ സബ്നെറ്റ് മാസ്ക് കൊടുക്കുകയാണെങ്കിൽ 255 എന്നാണ് പറയുന്നത്. അതായത് ഈ 24 എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഈ ഒരു 24 ബിറ്റും 8, 16, 24 ബിറ്റും നമ്മൾ നെറ്റ്വർക്കിന് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ ഒരു പറഞ്ഞതിൻ്റെ സാരം. അതിന് നമ്മൾ സബ്നെറ്റ് മാസ്ക് കൊടുക്കുന്ന രീതിയാണെന്ത്, സബ്നെറ്റ് മാസ്ക് കമ്പ്യൂട്ടറിൽ പറഞ്ഞു കൊടുക്കുന്നതിനാണ് 255 എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. .0 എന്ന് പറയുന്നത് അവസാനത്തെ ബിറ്റ് നിങ്ങൾക്ക് ഹോസ്റ്റ് പാർട്ടായി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്രയും ബിറ്റുകൾ എന്ത് ചെയ്യണം, നെറ്റ്വർക്ക് പാർട്ടാണ്. നിങ്ങൾ അതിലൊരു ചേഞ്ച് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നെറ്റ്വർക്കേ മാറിപ്പോകും. ഈ ഒരു ബിറ്റിൽ 0 രേഖപ്പെടുത്തിയ ബിറ്റിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എത്ര നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല,
ആ IP അഡ്രസ്സ് അല്ലെങ്കിൽ ആ നെറ്റ് ഹോസ്റ്റ് മാറില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ സബ്നെറ്റ് മാസ്കിൻ്റെ ബൈനറി ഫോം നോക്കിക്കഴിഞ്ഞാൽ 255 എന്ന് പറയുന്നത് 1111 ആയിരിക്കും, 255 എന്ന് പറയുന്നത് 111 ആയിരിക്കും, 255 എന്ന് പറയുന്നത് 111 ആയിരിക്കും. അപ്പോൾ ഇതിനർത്ഥം ഈ 24 എന്ന് പറയുന്ന അർത്ഥം ഇത്രയും ബിറ്റുകൾ, ആദ്യത്തെ 24 ബിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെയുള്ള ഈ ഒരു 8 ബിറ്റുകൾ മാത്രമേ എന്തിനുള്ളൂ, നമുക്ക് ഹോസ്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 24 എന്നതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു IP അഡ്രസ് ചെയ്ത് 24 ഇട്ട് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൻ്റെ അകത്ത് നമുക്ക് 0 to 255 വരെ എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്റ്റുകളെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 255 IP അഡ്രസ്സുകൾ വെറൈറ്റി കോമ്പിനേഷനിൽ നമുക്ക് കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഈ IP അഡ്രസ്സ് ആണുള്ളത് അല്ലേ, ഈ IP അഡ്രസ്സിൻ്റെ ബൈനറി ഫോമാണ് ഇവിടെ ഉള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സബ്നെറ്റ് മാസ്കും ഇവിടെ എടുക്കുന്നു. ഈ സബ്നെറ്റ് മാസ്കും ഈ IP അഡ്രസ്സും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നു. ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ 0 into 0 എന്തായിരിക്കും, 0 ആയിരിക്കും. 1 into 0 എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ 1 into 1 മാത്രമായിരിക്കും എന്ത്, 1 വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻഡ് ഓപ്പറേഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ബൈനറി നമ്പർ കിട്ടും. ഇവിടെ ഫുൾ 0 ആയിട്ട് കിട്ടും, ഇവിടെ 1 കിട്ടും, ഇവിടെ എന്ത് കിട്ടും, ഇവിടെ നമുക്ക് 168 കിട്ടും, ഇവിടെ നമുക്ക് 192 കിട്ടും. ഓക്കെ, ഇങ്ങനെയൊരു IP അഡ്രസ് നമുക്ക് എന്ത് കിട്ടും, ഒരു ബൈനറി ഫോം കിട്ടും. ഇതിനെ രണ്ട് തമ്മിൽ, അതായത് സബ്നെറ്റ് മാസ്കിനെയും IP അഡ്രസ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നു. നമുക്ക് ഇതും ശ്രദ്ധിക്കേണ്ടും, ഇവിടെ എന്തായിരുന്നു, ഈ 10 എന്ന IP അഡ്രസ്സിൻ്റെ 10 എന്ന വാല്യൂ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കിട്ടിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 0 കിട്ടി. 192.168.1.0 എന്ന ഈ ഒരു IP അഡ്രസ് ആയിരിക്കും. ഈ IP അഡ്രസ് ഈ ഒരു 24ൻ്റെ നെറ്റ്വർക്ക് ID ആയിരിക്കും. 192.168.1ൻ്റെ ആദ്യത്തെ IP അഡ്രസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ആദ്യത്തെ IP അഡ്രസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. ഇതിനെ നമുക്ക് നെറ്റ്വർക്ക് ID എന്നാണ് പറയുന്നത്. ഇത് റിസർവ്ഡ് ആണ്, അത് നമുക്കൊരു ഡിവൈസിന് കൊടുക്കാൻ കഴിയില്ല. അതായത് ഈ 1.10ൻ്റെ ആദ്യത്തെ IP അഡ്രസ് ആണെന്ത്, 1.0 എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡിവൈസിന് കൊടുക്കാനില്ല. ഇത് നെറ്റ്വർക്ക് ID എന്നാണ് പറയുക. ഓക്കെ, 192.168.1.1 തൊട്ടാണ് നമുക്ക് ഹോസ്റ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ 255 എന്ന് പറയുന്ന IP അഡ്രസ്, 192.168.1.255 എന്ന IP അഡ്രസ്സും നമുക്ക് ഒരു ഡിവൈസിന് കൊടുക്കാൻ കഴിയില്ല. കാരണം ആ 255 എന്ന അവസാനത്തെ IP അഡ്രസ്സും ആദ്യത്തെ IP അഡ്രസ് നമ്മൾ ഉപയോഗിക്കുന്നത് നെറ്റ്വർക്ക് ID ആയും അവസാനത്തെ IP അഡ്രസ് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രോഡ്കാസ്റ്റ് ID ആയിട്ടുമാണ്. അപ്പോൾ ഈ ഒരു 255 നിന്ന് നമുക്ക് IP അഡ്രസ്സ് നഷ്ടമാവും. അങ്ങനെ നമുക്ക് 254 ഹോസ്റ്റ് മാത്രമേ ഈ ഒരു IP അഡ്രസ്സ്, അതായത് 24 ബിറ്റ് നെറ്റ്വർക്കിന് കൊടുത്തിട്ടുള്ള ഒരു IP അഡ്രസ്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ക്ലാസ് A എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 to 127 വരെയാണ്. ആദ്യത്തെ ഒക്ടറ്റ്, അതായത് നമ്മൾ ഈ ഒരു IP അഡ്രസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ആദ്യത്തെ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 1 to 127 വരെയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഒക്ടറ്റിൽ ഇവിടെ 0 ആക്കി വെക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഒക്ടറ്റിൽ ഫസ്റ്റ് ബിറ്റ് 0 ആക്കി വെക്കണം. അങ്ങനെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ 1 to 127 വരെ ആയിരിക്കും നമ്മുടെ IP അഡ്രസ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 255.0.0.0 എന്നായിരിക്കും. നമ്പർ ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 128 ആയിരിക്കും. അതായത് 1 തൊട്ട് 127 വരെയുള്ള നെറ്റ്വർക്കിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ എത്ര കിട്ടുക, ഇതിൽ കിട്ടുന്ന ഹോസ്റ്റ് എന്ന് പറയുന്നത് 16 മില്യൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ഹോസ്റ്റുകൾ നമുക്ക് കിട്ടും. 2⁻²4 എന്നായിരിക്കും ആദ്യത്തെ IP അഡ്രസ്. നെറ്റ്വർക്ക് ID ആയി പോകും. അവസാനത്തെ IP അഡ്രസ് എന്തായിട്ട് പോകും, ഈ ഒരു IP അഡ്രസ് എന്തായിട്ട് പോകും, നമുക്കതിൻ്റെ ബ്രോഡ്കാസ്റ്റ് IP അഡ്രസ്സായിട്ട് പോവുക ചെയ്യുക. അപ്പോൾ ക്ലാസ് B എന്ന് പറയുന്നത് 128 to 191 വരെയാണ്. അതിനെ ഫസ്റ്റ് ബിറ്റ് 10 ആക്കി വെക്കണം എന്നുള്ളതാണ്
അതിൻ്റെ റൂൾ പറയുന്നത്. അപ്പോൾ 128 തൊട്ട് 128.0.191 255 വരെ എന്ത് ക്ലാസ് ബി പോവും. അതിൽ നമുക്ക് ഏകദേശം 16,384 നെറ്റ്വർക്ക് വരും. 65,534 ഹോസ്റ്റും ആ ഒരു നെറ്റ്വർക്കിൽ ഓരോ നെറ്റ്വർക്കും ഈച്ച് നെറ്റ്വർക്കിൽ നമുക്ക് വരും. അതായത് 16,384 നെറ്റ്വർക്കുകൾ നമുക്ക് കിട്ടും. അതിനകത്ത് ഓരോ നെറ്റ്വർക്കിനകത്തും 67,000 ഹോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ഇനി ക്ലാസ് സി എന്ന് പറയുന്നത് 192 to 223 ആണ്. അതിൽ ആദ്യത്തെ 3 ബിറ്റുകൾ എന്തായിരിക്കും, റിസർവ്ഡ് ആണ് 110 ആയിട്ട് റിസർവ് ചെയ്യും. ബാക്കി ഇത്ര ബിറ്റുകൾ, ബാക്കി 5 ബിറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ, ചേഞ്ച് വരുത്താം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് 192 തൊട്ടുള്ള നമ്പേഴ്സ് 223 വരെയാണ് നമുക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 3 ബിറ്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് സബ്നെറ്റ് എന്ന് പറയുന്നത് 255 എന്നുള്ളതാണ്. ഇതിൽ ഏകദേശം 2^21 അത്രയും നമ്പേഴ്സ് എന്ത് കിട്ടും, നമുക്ക് നെറ്റ്വർക്ക് കിട്ടും. അത്രയും ഈ ഒരു വലിയ സംഖ്യ നമുക്ക് എന്ത് ചെയ്യും, നെറ്റ്വർക്ക് കിട്ടും. പക്ഷേ എന്തായിരിക്കും, ഹോസ്റ്റ് വളരെ കുറവായിരിക്കും. 254 ഹോസ്റ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നെറ്റ്വർക്കിൻ്റെ അകത്ത് കിട്ടുള്ളൂ. 2^8 - 2 ആയിരിക്കും. നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ആദ്യത്തെ IP അഡ്രസ് എന്തായിരിക്കും, ആദ്യത്തെ IP അഡ്രസ് അത് നെറ്റ്വർക്ക് ID ആയിരിക്കും. ഏറ്റവും അവസാനത്തെ IP അഡ്രസ് അത് ബ്രോഡ്കാസ്റ്റ് ID ആയിരിക്കും, ബ്രോഡ്കാസ്റ്റ് IP അഡ്രസ് ആയിരിക്കും. സോ അവസാനം ഇനി നമുക്ക് നോക്കാനുള്ള ക്ലാസ് D എന്നുള്ളതാണ്. 224 തൊട്ട് 239 വരെയാണ്. അതായത് 110 ആക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 4 ബിറ്റ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് ഉപയോഗിക്കാനുള്ളൂ. അതിൻ്റെ റേഞ്ച് 224 തൊട്ട് 239 വരെയാണ്. ഇതിൻ്റെ ഒന്നും ഡിഫാൾട്ട് സബ്നെറ്റ് മാസ്ക് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ക്ലാസ് ഇൻ്റെ റേഞ്ച് മാത്രം നമ്മൾ ഓർത്ത് വെക്കുക. 240 to 255 ആണ്. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഫുൾ 1 ആക്കി വെക്കുന്നു. ആദ്യത്തെ 4 ഫസ്റ്റ് ഒക്ടക്റ്റിലെ ആദ്യത്തെ 4 ബിറ്റുകൾ നീങ്ങും ഒന്നാക്കി വെക്കുമ്പോഴാണ് നമുക്ക് ഈ റേഞ്ച് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ സബ്നെറ്റ് മാസ്ക് ഇവിടെ പറയുന്ന ഡിഫോൾട്ട് മാൻഡേറ്ററി ആണ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഈ ഫസ്റ്റ് ഒക്ടക്റ്റിൻ്റെ ഈ ഒരു ബിറ്റ് റിസർവേഷൻ ഇതേപോലെ തന്നെ ആയിരിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു റേഞ്ച് കിട്ടുന്നത്. 127, 128 to 191, 192, 223 എന്ന് പറയുന്നത് ഈ റേഞ്ച് കിട്ടുന്നത്. ഈ ഒരു ഡിഫോൾട്ട് സബ്നെറ്റ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെ പിന്നെ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റിലേക്ക് മാറും. അപ്പോൾ ഇത് ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് ആണ് ഇതിൻ്റെ ഒരു മെയിൻ റൂൾ. അത് മാൻഡേറ്ററി ആണ്. ഈ ഒരു ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് കീപ്പ് ചെയ്യും. 100 എന്നതിൻ്റെ 100, 20, 20, 20 എന്ന ഈ ഒരു IP അഡ്രസ്സിൻ്റെ ആദ്യത്തെ ബിറ്റ് 0 ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് 99 ആണ്. ഇതിൻ്റെയും ആദ്യത്തെ ബിറ്റ് 0 ആയിരിക്കും. അതായത് ഇതൊരു ക്ലാസ് A IP അഡ്രസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് 0, 1, 1, 1, 1 ഈ ഒരു ഫുൾ 0 ആക്കിയതിന് ഒന്നാമത്തെ ബിറ്റ് 0 ആക്കിയതിന് ശേഷം ഫുൾ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 127 എന്ന നമ്പർ ആയിരിക്കും. ഇത് തന്നെയാണ് എന്ത് ക്ലാസ് എൻ്റെ അവസാനത്തെ IP അഡ്രസ്സും. അത് ഇങ്ങനെയാണ് വരുന്നത്. ആദ്യത്തെ ബിറ്റ് 0 ആക്കി അതിൻ്റെ എല്ലാ ബിറ്റും ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 127 കിട്ടും. ഇനി ഈ ഒരു കണ്ടീഷൻ ഇനി ഒപ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 128 എന്ന് വരുമ്പോൾ എന്തായി, നമുക്ക് ഈ ഒരു കണ്ടീഷൻ കഴിയില്ല. അതോടുകൂടി എന്തായി, നമ്മൾ ക്ലാസ് ചേഞ്ചായി. ഇനി 10 എന്നുള്ളതാണ് ക്ലാസ് ബിയുടെ നമ്മുടെ കണ്ടീഷൻ. നേരത്തെ ഡിസ്കസ് ചെയ്തു. ആ 10 വെച്ച് നമ്മൾ ഫുൾ 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായി, 128 ആയി. 127 നിന്നും 128 എന്നതിനുള്ള വരുന്ന റീസൺ ആണ് ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഈ കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് IP അഡ്രസ്സിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ബേസ്ഡ് IP അഡ്രസ്സിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വേസ്റ്റേജ് ഓഫ് IP അഡ്രസ് ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ക്ലാസ്ലെസ് ഇൻ്റർ ഡൊമെയിൻ റൗട്ടിംഗ് എന്ന CIDR എന്നൊരു കൺസെപ്റ്റ് വന്നത്. ക്ലാസ് ഇല്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, IP അഡ്രസ് പ്രിഫിക്സ് ലെങ്ത് എന്നുള്ള രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് ഫുൾ അഡ്രസ്സിൽ നിന്നും ഒഴിവായി ABC എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് ഫുൾ അഡ്രസ്സ് അതിൻ്റെ ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോഴാണ് അത് നമ്മളെന്താ പറയുക, നമ്മളെന്ത് ചെയ്യുക, അത് ക്ലാസ് ഫുൾ അഡ്രസ്സാണെന്ന് പറയുക. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് 255 ക്ലാസ് A ആയിരിക്കും 255.0.0.0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അത് ക്ലാസ് ഫുൾ അഡ്രസ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുള്ളൂ. സൈഡിൽ എന്തില്ല, ഈ ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല, ക്ലാസ് ലെസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കാം. അപ്പോൾ
192.168.2.0 എന്ന 24 ബിറ്റ് നെറ്റ്വർക്ക് ഐ ഡി. ഇതിൻ്റെ മാസ്ക് എന്ന് പറയുമ്പോൾ നമുക്കത് ആദ്യത്തെ 3 ബൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 ആക്കി വെക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 255.255.255.0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, 192.168.2.2.0 25 എന്നാക്കുന്നു CIDR നൊട്ടേഷൻ. ഈ 192.168.2.0 എന്ന ഈ IP അഡ്രസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് ഒരു ക്ലാസ് C IP അഡ്രസ് ആണ്. ഇതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള 24 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ IP അഡ്രസ് ക്ലാസ് C ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, 25 എന്നുള്ള ഒരു CIDR നൊട്ടേഷൻ അല്ലെങ്കിൽ 25 ബിറ്റ് എന്ത് ചെയ്യണം, ഡിഫോൾട്ട് 24 അല്ല, നമ്മൾ 25 ബിറ്റ് എന്ത് ചെയ്യുന്നു, എടുക്കുന്നുണ്ട്. അത് നെറ്റ്വർക്കിനാക്കി മാറ്റണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാസ്ക് എന്ന് എഴുതിയപ്പെടുത്ത് 24 ബിറ്റ് കഴിഞ്ഞു, 25ാമത്തെ ബിറ്റും കൂടി എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, നെറ്റ്വർക്കിൻ്റെ പാർട്ടാക്കി. ഈ 25ാമത്തെ ബിറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം 1000 എന്ന് വരും. 1000 എന്നതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ബൈനറി എന്ന് പറയുന്നത് 128 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 25 എന്ന് നമ്മൾ 24 നമ്മൾ 255 എന്ന് എഴുതി, 25 ആകുമ്പോൾ നമ്മൾ 255 128 എന്നാകാം. ഇവിടെ 0 ഒഴിവായി എന്ത് ചെയ്യുന്നു, 128 എന്ന് എഴുതണം. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു 24 23 ബിറ്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ 255ൻ്റെ അകത്തുനിന്ന് ആ ഒരു ബൈനറി ഇവിടെ ഒരു ബിറ്റ് 1110 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇതുകൂടി 0 ആക്കി കിട്ടുന്ന നമ്പർ എന്തായിരിക്കും, അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടി വരിക. ഓക്കെ, ഇനി നമ്മളൊരു വിഷ്വൽ സബ്നെറ്റ് കാൽക്കുലേറ്റർ എന്ന നമ്മൾ ഗൂഗിളിൽ അടിച്ച് ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ വരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എനിക്ക് എന്തോ കൊടുക്കുന്നു, ഞാനൊരു IP അഡ്രസ് കൊടുക്കുന്നു, ക്ലാസ് ചെയ്യുന്ന ഒരു IP അഡ്രസ് കൊടുക്കുന്നു. ഇങ്ങനെ ഞാൻ കൊടുക്കുന്നു. ഇത് 16 എന്നുള്ളത് 8 ആക്കുന്നു. ആക്ച്വലി ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്ര കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എന്തായിരിക്കും, ഈ കാണുന്ന ഇത് മൊത്തം എന്തായിരിക്കും, ഹോസ്റ്റ് പാർട്ടായിരിക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് എയിൽ വരുന്ന ഈ ഒരു IP അഡ്രസ് എന്ത് ചെയ്യുന്നു, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തും. 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് മൊത്തം നെറ്റ്വർക്കാണ്. 10 എന്ന നെറ്റ്വർക്കിൽ ഇവിടെ മൊത്തം ഇതിൻ്റെ ഹോസ്റ്റാണ് വരിക, ഇത്രയും ഹോസ്റ്റാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഞ്ച് നമുക്ക് നോക്കാം. ഞാനിവിടെ നെറ്റ്വർക്ക് മാസ്ക് കൂടി എനേബിൾ ചെയ്യുന്നു. ഇതിൻ്റെ 10.8 ആണ് ഇതിൻ്റെ സബ്നെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് മാസ്ക് എന്ന് പറയുന്നത് 255.0.0.0 എന്നുള്ളതാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10.0.0.0 to 10.255.255.255 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം 16 മില്യൺ ഹോസ്റ്റുകൾ വരുന്നുണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു IP അഡ്രസ്സിന് ഹോസ്റ്റുകൾ പകുതിയായി കുറയും അല്ലേ. 9 ബിറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് 255.0 എന്നുള്ളത് 255.128 എന്നായി മാറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 0 തൊട്ട് 127 വരെ എന്തായി, ഒരു നെറ്റ്വർക്കും 128 തൊട്ട് 10.128 തൊട്ട് മറ്റൊരു രണ്ടാമത്തെ നെറ്റ്വർക്കുമായി മാറി. നേരത്തെ ഇത് രണ്ടും കൂടെ ഒരു നെറ്റ്വർക്കായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, 9 ബിറ്റാക്കി, ഇനി 10 ബിറ്റാക്കുന്നു. 10 ബിറ്റാക്കുമ്പോൾ വീണ്ടും ഇതിനെന്ത് ചെയ്യുന്നു, ഇത് പിന്നെയും ഡിവൈഡ് ചെയ്ത് ഈ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ 192 10 തൊട്ട് 10.63.255 വരെ ഒരു നെറ്റ്വർക്കും, 10.64 തൊട്ട് 127 വരെ ഒരു നെറ്റ്വർക്കും മറ്റൊരു നെറ്റ്വർക്കും, പിന്നെ 10.128 തൊട്ട് 191 വരെ മറ്റു നെറ്റ്വർക്കും, 10. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ IP അഡ്രസ് ഹോസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഹോസ്റ്റ് ഇവിടെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം, പകുതിയായി മാറിയിട്ടുണ്ടാവും. പിന്നെയും നമ്മൾ ഒന്നുകൂടി ഡിവൈഡ് ചെയ്ത് നോക്കാം. 11 ബിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, പിന്നെയും ഇവിടെ ഹോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. IP അഡ്രസ്സിൻ്റെ റേഞ്ച് നമുക്ക് മാറിയിരുന്നു.
ഈ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ CIDR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് 10.0 തൊട്ട് 10.255/255/255 വരെ ഒറ്റ നെറ്റ്വർക്ക് ആയിരുന്നത്. ഇപ്പോൾ അത് മുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 1 2 3 4 5 6 7 8 നെറ്റ്വർക്ക് ആക്കാൻ പറ്റി. കാരണം ഇപ്പോൾ എന്താണിത് 11 ബിറ്റ് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു IP അഡ്രസ്സിന്. അപ്പോൾ ഈ ഒരു ബേസിക് ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരു കാര്യം ഒരു IP കൂടി 192.168.1.9 എന്നൊരു IP അഡ്രസ് ആയിരുന്നു. അതിന് 24 ഒന്ന്. ഇപ്പം എന്തായി? എനിക്ക് ഇതിൻ്റെ IP അഡ്രസ് നെറ്റ്വർക്ക് മാസ്ക് 255 എന്നാണ് മനസ്സിലായി. ഇതിൻ്റെ റേഞ്ച് ഇത്രയാണ്. ഞാനതിനെ ഡിവൈഡ് ചെയ്യുന്നു, 25 ആക്കുന്നു. ഇപ്പോൾ അത് 2 നെറ്റ്വർക്കായി. 0 തൊട്ട് 1.127 വരെ നെറ്റ്വർക്കും 192.128 തൊട്ട് 255 വരെ മറ്റൊരു നെറ്റ്വർക്കായിട്ട് എന്ത് ചെയ്തു മാറി. ഒന്നുകൂടി ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. 26 ആയി. ഇപ്പോൾ 26 ആയി. ഇവിടെ വന്ന് കാണാം 26 ആയി. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്തു? വീണ്ടും സബ്നെറ്റ് പിന്നെയും മാറി. 192.0.168.1.63 വരെ ഒരു നെറ്റ്വർക്ക്, 64 തൊട്ട് 127 വരെ മറ്റൊരു നെറ്റ്വർക്ക്. വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന് ഹോസ്റ്റ് കുറഞ്ഞു വരുന്നതാണ്. ഹോസ്റ്റ് 30 ഹോസ്റ്റേ ഉള്ളൂ. പക്ഷേ 1 2 3 4 5 6 7 8 നെറ്റ്വർക്കായി മാറിയിട്ടുണ്ട്. അതായത് ഒരേ IP അഡ്രസ്. ആദ്യം ഉണ്ടായിരുന്ന നമ്മൾ 24 ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം 24 ആയിരുന്നപ്പോൾ 192.168.1.0 തൊട്ട് 192.168.1.255 വരെ ഒറ്റ നെറ്റ്വർക്കായിരുന്നു. ഓക്കെ, ഈ 25 ആയപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 126 വരെ 1.1 തൊട്ട് 1.126 വരെ എന്തായിരുന്നു ഒരു നെറ്റ്വർക്കായിരുന്നു. ഓക്കെ, 129 തൊട്ട് 254 വരെ മറ്റൊരു നെറ്റ്വർക്കായിരുന്നു. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇനി ക്ലിയർ ആവാത്ത ഈ ഒരു സംഭവം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ മറ്റൊരു കുറച്ചുകൂടെ പ്രാക്ടിക്കൽ മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.